രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 27ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടാം വത്തിക്കാൻ കൗൺസിലും റോമൻ സിനഡും എന്ന വിഷയമാണ്. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോടുകൂടി റോമൻ സിനഡും നടത്തപ്പെട്ടു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചപ്പോൾ റോമൻ സിനഡും നടത്തണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിച്ചു. അത് ഏതു വിധത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ 1961 ഡിസംബർ 25 ഹുമാനെ സാലൂത്തിസ് എന്ന അപ്പസ്തോലിക ഡിക്രിയിലൂടെയാണ് 23 യോഹന്നാൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പിന്നീട് കൗൺസിൽ തുടങ്ങുന്നതിന് കൃത്യം ഒരു മാസം മുമ്പ്, അതായത് 1962 സെപ്റ്റംബർ 11 ഒരു റേഡിയോ പ്രഭാഷണത്തിലൂടെ കൗൺസിലിനെ കുറിച്ച്, കൗൺസിൽ ലക്ഷ്യങ്ങളെ കുറിച്ച്, കൗൺസിൽ തുടങ്ങുന്നതിനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഒക്കെ മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെ അറിയിക്കുന്നുണ്ട്. പ്രധാനമായും സഭയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് ചിന്തിക്കുക, സഭയും പുറം ലോകവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക, ഇതൊക്കെയാണ് ഈ കൗൺസിലിന്റെ ലക്ഷ്യമെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അജപാലനപരമായ കൗൺസിൽ ആയിരിക്കുമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1959 ജനുവരി 25 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടണമെന്ന് ഏതാനും കർദിനാളന്മാർക്ക് മുമ്പിൽ മാർപ്പാപ്പ പറഞ്ഞപ്പോൾ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോടുകൂടി റോമൻ സിനഡും കൂട്ടുമെന്നും കാനൻ നിയമം നവീകരിക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. കാനൻ നിയമം നവീകരിച്ചു. റോമൻ സിനഡ് വിളിച്ചു കൂട്ടപ്പെട്ടു. അതായത് റോമിന്റെ മെത്രാനാണ് മാർപ്പാപ്പ. റോമിന്റെ മെത്രാനായ മാർപ്പാപ്പ റോമിലുള്ള ഈ മെത്രാനെ സഹകരിച്ച് നിൽക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി രൂപതാ തലത്തിലുള്ള ഒരു സിനഡ് വിളിച്ചു കൂട്ടുകയാണ് ചെയ്തത്. റോമിന്റെ മെത്രാനായ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ തലവൻ കൂടി ആയതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ ഒരു സിനഡ് എല്ലാ മെത്രാന്മാരെയും കൂട്ടി വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് റോമിന്റെ തന്നെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു മിനി പതിപ്പ്, ഒരു റിഹേഴ്സൽ ഒക്കെ നടത്താമെന്നായിരുന്നു മാർപ്പാപ്പ കരുതിയത്. അത് നടത്തുകയും ചെയ്തു, വിജയകരമായി നടത്തി. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ റോമൻ സിനഡ് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയി. ആരും അതിനെക്കുറിച്ച് പിന്നീട് ചരിത്ര പണ്ഡിതന്മാർ പോലും പറയാതായി. എന്തുകൊണ്ടാണെന്നോ? റോമൻ സിനഡിൽ പറഞ്ഞ കാര്യങ്ങളോ, തീരുമാനിച്ച കാര്യങ്ങളോ, ഉദ്ദേശിച്ച കാര്യങ്ങളോ, ചർച്ച ചെയ്ത കാര്യങ്ങളോ ഒന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ചർച്ച ചെയ്തില്ല. കൗൺസിൽ പിതാക്കന്മാർ പരിശുദ്ധ പിതാവ് ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ സ്വതന്ത്രമായി, സുതാര്യമായി കൗൺസിലിൽ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. റോമൻ സിനഡിൽ നടത്തിയ റിഹേഴ്സൽ ഒരർത്ഥത്തിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഒരു സ്വാധീന ശക്തിയായി നിലകൊണ്ടില്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ഒരു മുൻപതിപ്പ് എന്നതുപോലെ റോമൻ സിനഡ് നടത്താൻ ആഗ്രഹിച്ചു, നടത്തിയെങ്കിലും അത് കൗൺസിലിനെ സ്വാധീനിച്ചില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് റോമൻ സിനഡും രണ്ടാം വത്തിക്കാൻ കൗൺസിലും തമ്മിൽ ഒരുമിച്ച് വിളിച്ചു കൂട്ടപ്പെട്ട് പരസ്പര ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും പരസ്പര ബന്ധമില്ലാതെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ രൂപയുടെ നിറവിൽ തനതായി നിലകൊണ്ടു. രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് സഭയെ നയിച്ചത്. അവിടെ അരൂപി പ്രവർത്തിച്ചു. മുൻപ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയതൊക്കെ ആ അരൂപിയുടെ പ്രവർത്തനത്തിൽ ഒരർത്ഥത്തിൽ നിഷ്പ്രഭമായി പോയി.